ആ നമ്മുടെ സടകുട മീഡിയയിലേ രതീഷ് വരുന്നുണ്ട്. എന്താ കയ്യിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ആ എന്താ കൂട്ടാ കയ്യിൽ നിറയെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. കമ്പിപ്പൂത്തിരി, പടക്കം, ആ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. നിറച്ചിട്ടുണ്ടല്ലോ. എത്ര രൂപയായി? അതൊരു 1000-1500 ആ 1500 രൂപയൊക്കെ ആയില്ലേ. എന്നാലും കഴിഞ്ഞ വർഷത്തേക്കാട്ടും വിലക്കുറവുണ്ടോ? കാരണം ഇന്ന് കഴിഞ്ഞ വർഷം നമ്മൾ വാങ്ങിയില്ലേ, അത് 2000 രൂപയ്ക്ക് വാങ്ങിയിട്ട് ഇതിനായിട്ട് ചെറിയ കിറ്റായിരുന്നു. ഇപ്പോൾ ഇത് 1500 രൂപയ്ക്ക് 2 കിറ്റ് നിറച്ചിട്ടുണ്ടല്ലോ. നമ്മളെ ഫ്രണ്ടിൻ്റെ കടയെ. അതെയോ? അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നു. വില കുറവ് തന്നു അല്ലേ? ശിവകാശി റേറ്റിലായിരിക്കും അവിടുത്തെ. പിന്നെ വേറെന്താ, കണിയൂർക്കാളൊന്നും സെറ്റപ്പ് ആയില്ല? കണിയുടെ കാര്യം പറയുമ്പോഴാണ് വിഷു കഴിഞ്ഞിട്ട് 2 മാസം മുന്നേ കണിക്കൊന്ന പൂത്തിട്ട് ആകെ പോയി. ഇപ്പോൾ കണിക്കൊന്നതിന് ഇപ്പോൾ കിട്ടാത്തത്. ആടാ തന്നെട്ടാ ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ തന്നെയാ. നീ കാണാറില്ലേ നമ്മുടെ കണിക്കൊന്നട മേലെ നിറച്ച് പൂണ്ടാവില്ല. ഈ മാസം മാർച്ചിൽ തന്നെ എല്ലാം പൂത്തിട്ട് ഭാരം ഒഴിച്ചു തോന്നുന്നു. അതെ, ഇനിയിപ്പോൾ കണിക്കൊന്ന പൊട്ടിക്കാൻ വേണ്ടി പോകണം. കാലാവസ്ഥ വ്യതിയാനാണ്, വേറെ ഒന്നുമില്ല. കണിക്കൊന്ന എവിടെ കിട്ടാനാ? നമ്മൾ ബാബട്ടം മരത്തിൻ്റെ മുകളിൽ കയറുന്നല്ലോ. ആരാ? നമ്മുടെ ബാബട്ടനോ? നമ്മളെ പാടത്ത് ബാബളിയാണോ? അതെയോ? കുട്ടുൻ്റെ വീടിൻ്റെ മരത്തുമ്പോൾ കയറുന്നു. മരത്തുമ്പോൾ കയറുന്നുണ്ടോ? കണിക്കൊന്ന മരം ഉണ്ടോ അവിടെ വലുത്? പിന്നെ അവിടെ പൂണ്ടോ? അതെയോ? ബിസിയപ്പോ ആൾക്ക്. പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ നീതി വരുന്നത് കണ്ടപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ച് വരുന്നത് കണ്ട് കണിക്കൊന്നയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാൻ തോന്നുകയാണ്. അതെ, വിഷുവിനെ കുറിച്ച് നമ്മുടെ ഓർമ്മകളെ കുറിച്ചിട്ടൊക്കെ വീട്ടിൽ വെച്ച് വരുമോ? നമുക്ക് എന്നാൽ ഒരു വീഡിയോ ആക്കിയിട്ട് ഇടാം. ഓക്കെ. കുട്ടാ ഒന്ന് നിൽക്കടാ, ഒരു മിനിറ്റ്. എന്തായാലും നീ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ? വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടോ നോക്കാലോ. ഓക്കെ, വീട്ടിലേക്ക് പോകണ്ട, നമുക്ക് പുറത്തെവിടെയും വെച്ചിട്ട് കാണാം. ഹായ്. അപ്പോൾ നമ്മൾ കുട്ടൻ കൊണ്ടുവന്ന രതീഷ് പാലക്കിൽ കൊണ്ടുവന്ന വിഷു സ്പെഷ്യൽ സടകുട സ്പെഷ്യൽ പടക്കങ്ങൾ അത് അൺബോക്സ് ചെയ്യാട്ടോ. ഏതൊക്കെ ഐറ്റംസ് ആണ്, വെറൈറ്റി ഐറ്റംസ് ഉണ്ടോ എന്ന് നോക്കാം. ഇത് നമ്മളെ വെറൈറ്റി അല്ല, ഇത് നമ്മളെ സാധാ ഓലപ്പടക്കം അല്ലേ? ഇതെന്താ ഒരെണ്ണത്തിന് വില? ഇത് 3 രൂപ. 3 രൂപ. ഇതൊക്കെ ഇത് മേലെ കയറി സ്കൈ ഷോട്ടാണല്ലേ? സ്കൈ ഷോട്ട്. അതെ അതെ അതെ, ഇതായിരിക്കും സ്കൈ ഷോട്ട് കേട്ടോ. പിന്നെ കൊക്കരക്കോ. ഇത് ഇത് കത്തിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കോഴി അറിയുന്ന പോലെ സൗണ്ട് ഉണ്ടാവില്ല. അടിപൊളിയാണല്ലോ. പിന്നെ ഇത് എല്ലാ പരമ്പരാഗതമായിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുന്ന ലൈറ്റാട്ടോ. അതെ, ഇതും കൊക്കരക്ക തന്നെ. കൊക്കരക്കോ നേരെ വിളിക്കോളം പോവോ? ഇതെന്താ ഐറ്റംസ്? ഇത് വാള്, ബാറ്റിന്റെ രൂപത്തിലുള്ള ഒരു മേശപ്പൂ തന്നെയാണ് ഇതൊക്കെ. ഇതെല്ലാം ഒരേ തരത്തിൽ കത്തുന്ന തന്നെയാണ് കേട്ടോ. കോഴികൾ കുറേ ഉണ്ടല്ലോ. ബിജിലി ക്രാക്കേഴ്സ് എന്നൊക്കെ പവറിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ, ഇത് 100 പീസാട്ടോ ഒരു പാക്കറ്റിൽ വരുന്ന ബിജിലി. ഇപ്പം എന്താ ഐറ്റംസ് മനസ്സിലായില്ല, പ്രവർത്തന രീതി മനസ്സിലായിട്ടില്ല എനിക്ക്. കാണിച്ചാലൊക്കെ അറിയുള്ളൂ. ഏതാ നേരത്തെ പിടിച്ചത്? ബാറ്റല്ലേ? വിരാട് കോഹ്ലിനെ കാണിച്ചിട്ടുണ്ട്. ഇത് വെറൈറ്റി പലതരം വർണ്ണങ്ങൾ ഉള്ള ഒരൊറ്റ അത് ശരി, ഒരു സ്റ്റിക്കിന് മേലെ പല വർണ്ണങ്ങൾ. അതെ, അടിപൊളിയാണല്ലോ. ഇലക്ട്രിക് സ്പോട്ട് ലൈറ്റ്സ് ഇതാ അടിപൊളിയാണ് കേട്ടോ. ഇത് ഫെറാരി. ഇതിപ്പോൾ എങ്ങനെ പ്രവർത്തന രീതി തുറന്നു നോക്കിയാലേ അറിയുള്ളൂ. കാറിൻ്റെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇത് എങ്ങനെയാണെന്ന് അറിയില്ല. മയിലിൻ്റെ പീലി പോലെ കുറച്ച് കളർ ഗ്രേഡൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. നോക്കാം നമുക്ക്. സെറ്റ് മേശപ്പൂ അടിപൊളി. ഞങ്ങളിതിന് വില ഒന്നും പറയുന്നില്ല, പല കടകളിലും പല വിലയായിരിക്കും. അപ്പോൾ ആരുടെയും കച്ചവടം ഞങ്ങൾ മുടക്കാൻ ഉദ്ദേശിക്കുന്നില്ല അല്ലേ? നമ്മളെന്തിനും കച്ചവടക്കാരെ ലാഭങ്ങളാണ്. ഇത് ഗുണ്ട് അടിപൊളി ശിവകാശി. ഇത് 1 രൂപയോ 3 രൂപയോ എത്ര? എങ്ങനെയല്ല? ഇത് 5 രൂപ. 5 രൂപ വില പറയേണ്ടതുണ്ട്. അല്ല, ഒറിജിനൽ വില പറയില്ല ഇപ്പോഴും. അതല്ലേ എൻ്റെ രഹസ്യം. മേശപ്പൂ കുറച്ചുകൂടി നേരത്തെയാണ് കുറച്ചുകൂടി ലാർജസ്റ്റ് ആയാണോ? ലാർജാണ്, അടിപൊളി. ഇതേപോലെ തന്നെ സെറ്റാ 1K ബ്ലാസ്റ്റ്. 1000 എണ്ണം കേട്ടോ. 1000 എന്താ പറയുക, പടക്കങ്ങൾ ചേർത്തിട്ടുള്ള മാലപ്പടക്കമാണ്.
ഇതിന് വില ഒന്നും പറയണ്ടല്ലേ? വില പറഞ്ഞാൽ ഞെട്ടും. അതെ, 1500 ചിലപ്പോ 4000 5000 ആവും. അത് പറയണ്ട. ആ അപ്പൊ ഇതാ എന്താ ലിംഗന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ശിവലിംഗത്തിന്റെ ഒരു നടരാജ വിഗ്രഹമൊക്കെ അതില് ചിത്രം വരച്ച് ചേർത്തിട്ടുണ്ട്. അത് എങ്ങനെ നോക്കാം നമുക്ക്. അൺബോക്സ് പറഞ്ഞാൽ അല്ലേ, അൺബോക്സ് ചെയ്യണ്ടേ? അത് മറ്റേതാണ് ചൈനീസ് നേരെ കയറിയിട്ട് അതേപോലെ തന്നെ വെക്കണം കേട്ടോ. ചൈനീസ് അത് നേരെ കയറ്റി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പിള്ളേരും എടുത്തിട്ടുണ്ടോ. ഇതാട്ടോ നമ്മുടെ സംഭവം. ഇത് എത്ര ഉണ്ടായിരിക്കും? 500 ഉണ്ടോ? മാലപ്പടക്കത്തിന്റെ റോളാട്ടോ. ആഹാ, അടിപൊളിയല്ല, നന്നായിട്ടുണ്ട്. അപ്പൊ വിഷു ഗംഭീരാണ്. പിന്നെ നമുക്ക് ജീവിതം ആസ്വദിക്കാനും ആഘോഷിക്കാനും കൂടി ഉള്ളതാണ്. ദുഃഖിച്ചിരിക്കാൻ മാത്രമുള്ളതല്ലോ. അതെ, അടിച്ചുപൊളി. അപ്പൊ അങ്ങനെയൊക്കെ സ്ഥിരം സാധനങ്ങളല്ലേ, ഐറ്റംസ് ആണ്. ഇതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ശിവകാശി തന്നെ കേട്ടല്ലോ. ശരിക്കും ഇന്ത്യയുടെ വെടിമരുന്ന് ശാലയാണ് ശിവകാശി കേട്ടോ. തമിഴ്നാട് വിഷുവിന്റെ സ്പെഷ്യല് ഞാൻ ചെറുപ്പത്തിലേ വിഷുവിന്റെ സ്പെഷ്യല് മത്താപ്പ്, പാമ്പ് ഗുളിക, ആ സംഭവം. പാമ്പ് ഗുളിക ഇങ്ങനെ ഇങ്ങനെ പാമ്പ് പോലെ ഇങ്ങനെ നല്ല രസമല്ലേ, നൊസ്റ്റാൾജിയായി. അപ്പോൾ വിഷു അടിപൊളിയാണ്. ഇനി ഞങ്ങൾ ഇത് കത്തിക്കുന്ന ദൃശ്യങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം. അതെ, അപ്പോൾ എപ്പോഴാണ് ആഘോഷിക്കുന്നത് എന്നെ വിളിക്കണം, ഞാൻ വരാം. അതെ, ഓക്കെ. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക. അതെ, ഈ കോഴിയുടെ മാലപ്പട കുട്ടാ. ഞാൻ നമ്മുടെ ഈ വഴിയിലൂടെ ഇങ്ങനെ വരുമ്പോഴേ എപ്പോഴും ഈ പ്ലാവ് കണ്ടു കഴിഞ്ഞാൽ ഇതിന് മേലത്തെ ചക്കകൾ കണ്ടു കഴിഞ്ഞാലേ ഒന്നും ശ്രദ്ധിക്കാതെ പോകാതിരിക്കില്ല. അയ്യോ, ഇത് പെട്ടപ്പ് ചക്കല്ലേ, താമര ചക്ക പല പേരിൽ അറിയപ്പെടും. അതെയോ? പിന്നെ തേൻവരിക്ക ചക്ക. എന്ത് ടേസ്റ്റ് എന്നറിയോ ഈ ചക്ക? ശരി, പഴുത്ത് കഴിഞ്ഞാല്. ഞാൻ താമര ചക്ക എന്ന് കേട്ടിട്ടുള്ളൂ കേട്ടോ. ഇത് മുറിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ അതിന്റെ കളറ്? സാധാരണ നിറം അതോ? അപ്പൊ എന്തുകൊണ്ടായിരിക്കും താമര ചക്ക എന്നുള്ള പേര് വരാൻ കാരണം? അത് ഒരു ഇതിൽ തന്നെ ഇങ്ങനെ എന്താ പറയാ, എതളതിൽ പോലെ, താമരയുടെ ഇതൾ പോലെ ഇങ്ങനെ വരികയാണ് അല്ലെ? ചുളകളില്ലേ? നല്ല രസം കേട്ടോ കാണാൻ. എനിക്ക് തോന്നി എന്തൊരു വെറൈറ്റി ഉണ്ട് ചക്കേനെ കാണുമ്പോൾ. ഒരു സാധാ ചക്കേനുണ്ട്, ഇത് അധികം വലിപ്പമില്ല, പക്ഷെ ഇതെല്ലാം മൂത്തിട്ട് അത്ര നിൽക്കുന്നത്. നല്ല മധുര അല്ലേ? ആഹാ, അടിപൊളി. എനിക്ക് ചക്ക വളരെ ഇഷ്ടമാണ്. ചക്ക കൊണ്ട് പലതരം ഇത് വെക്കാമല്ലോ. പായസം ഉണ്ടാക്കാം. ചക്ക ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്തേ പുഴുങ്ങിയിട്ട് നമ്മളധികം പണ്ട് കാലത്തേക്ക് പോകണ്ട. കോവിഡ് കാലത്ത് തന്നെ നമ്മള് ചക്ക കൊണ്ടാണ് അതിജീവിച്ചത്. ചക്കക്കുരു കൊണ്ട് ഷേക്ക് ഉണ്ടാക്കിയതും. അങ്ങനെ എന്തായാലേ പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള വരദാനങ്ങള്. ഈ ചക്കൊക്കെ തമിഴ്നാട്ടിലേക്ക് കയറി പോവാ കേരളത്തിൽ നിന്ന്. ഒരു ചുളക്കൊക്കെ 50 രൂപ. ഒരു ചുളക്ക് 50 രൂപ വെച്ചിട്ട് കൊടുക്കുന്ന അവിടെ. പളനി പോയപ്പോ കണ്ടത്രേ. നമ്മുടെ സുഹൃത്തുക്കൾ പറയാം, ടൂർ പോകണേ. വിഷുവിന് കണിക്ക് എല്ലാതും വെക്കാലോ. വെക്കൂലേ? ചക്ക വെക്കും. കാട്ടുമുല്ല അവിടെ ഇതാണ് കാട്ടുമുല്ല. ഇതിന് പിച്ചിയോ എന്താ പറയുക? നല്ല മണം കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടില്. പന വലുതായി വരുന്നുണ്ട്. പനയുടെ കാര്യം പറഞ്ഞപ്പോഴേ, ഞാൻ ഇതേ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ചാലശ്ശേരിയിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ അവിടെ പന വെട്ടിയിട്ട് പനയുടെ പട്ടല്ലേ, പട്ട വെട്ടി ലോറി കയറ്റിക്കൊണ്ടിരുന്നത്. ഏതാ എടുക്കുക? നിറച്ച് ഗുരുവായൂർക്ക് ആനക്കോട്ടേക്കാ പോകും. അതൊരു ബിസിനസ് ആണല്ലേ ജിതേട്ടാ? ജിതേട്ടൻ്റെ പഴയകാല വിഷു ഓർമ്മകൾ ഒന്ന് പറയും. പഴയകാല വിഷു ഓർമ്മകൾ എന്ന് പറഞ്ഞാലേ, ഞാൻ നേരത്തെ നീ ആ പടക്കങ്ങൾ ഇങ്ങനെ തൂക്കി പിടിച്ച് കൊണ്ടുവന്നിരുന്നില്ലേ, 2 കിറ്റിൽ പടക്കങ്ങളായിട്ട് വന്നിരുന്നില്ലേ? അത് കണ്ടപ്പോഴേ എനിക്ക് എൻ്റെ ഒരു ബാല്യകാലം എന്ന് പറയാം, കൗമാരം പറയാം. 15-14 വയസ്സുള്ള 13 ആ പ്രായം ആണ് കൗമാരം. ആ കൗമാരകാലത്തെ ചെറിയൊരു ഓർമ്മ വന്നു. ഞങ്ങളുടെ നാട്ടിൽ കംപ്ലീറ്റ് കശുമാവായിരുന്നു. പറങ്കിമാവില്ലേ, ഒരു കുന്നല്ലേ വീടൊക്കെ, വീടിൻ്റെ അവിടെ ഒരു വളറങ്ങുന്നെന്ന് പറയാം. നിറച്ച് കശുമാവുകളും നിറയെ പലതരത്തിലുള്ള കശുമാങ്ങകൾ. വലുതുണ്ട്, ചുവപ്പുണ്ട്, മഞ്ഞ, റോസ് കളറുണ്ട്. പിന്നെ പല വലിപ്പത്തിൽ പല ഡിസൈനിലുള്ള കശുമാവുകൾ, മാങ്ങകളുണ്ടാകുന്ന കശുമാവുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഞങ്ങൾ അന്നത്തെ കുട്ടികളൊക്കെ എന്ത് ചെയ്യുക പറയുക വിഷു എന്തായാലും വെക്കേഷൻ ടൈമിലുണ്ടാവുക സ്കൂളൊക്കെ പൂട്ടിയിട്ടുണ്ടാവും. അതിന് ചോട്ടിൽ പോയിട്ട് ഈ കശുവണ്ടിയൊക്കെ പറക്കി ഞങ്ങൾ കൂട്ടി വയ്ക്കും. വിഷു വരാൻ വേണ്ടി കാത്തിരിക്കും. എന്നിട്ട് അത് ഞങ്ങൾ പിള്ളേരെല്ലാം കൂടിയിട്ട് പെരിങ്ങോട് സെൻറ്ററിൽ ഉള്ള ഒരു കടയിൽ പോയിട്ട്, കട അന്ന് ഓർമ്മയില്ല, മാനുക്കയാണോ ഇനി വേറെ കുമാരേട്ടൻ്റെ കടയാണോ എന്നറിയില്ല, കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ എന്തായാലും വലിയ മാർക്കറ്റിനായിട്ടും ചെറിയൊരു ശതമാനം കുറവിൽ ഞങ്ങൾക്ക് ആ കശുവണ്ടി അതിൻ്റെ പൈസ തരും. അതുകൊണ്ട് ഞങ്ങൾ പെരിങ്ങോട് സെൻറ്ററിൽ നിന്ന് തന്നെ പടക്കങ്ങൾ വാങ്ങിയിട്ട് അധികം ഓലപ്പടക്കം വാങ്ങുക. വീട്ടിൽ പൊട്ടിക്കാൻ സമ്മതിക്കില്ല, ചെറിയ പിള്ളേരല്ലേ ആവട്ടെ. ഞങ്ങൾക്കിപ്പോൾ സ്വാതന്ത്ര്യം കിട്ടല്ലേ, നമ്മൾ പുറത്ത് പോയിട്ട് വീട്ടുകാരെ അറിയാതെ ആ പടക്കം ഇങ്ങനെ വാങ്ങിയിട്ട് മത്താപ്പും മേടിച്ചിട്ട് മത്താപ്പ് കൊളുത്തുക, എന്നിട്ട് അതിന് മേലെ പടക്കം ഇങ്ങനെ തിരുവളത്തിട്ട് വരുന്ന വഴിയിൽ റോട്ടിലിട്ട് പൊട്ടിച്ചിട്ട് വരിക. എന്നാൽ ഇത്രയധികം വാഹനങ്ങളൊന്നുമില്ല, വല്ലാത്തൊരു വൈബായിരുന്നുണ്ട് അത്. അപ്പോൾ അങ്ങനെ പടക്കം ഇങ്ങനെ ഞങ്ങൾ എറിഞ്ഞ് പൊട്ടിച്ചിങ്ങനെ വരുമ്പോൾ ചില സ്ഥലത്തുനിന്ന് ഞങ്ങൾക്ക് എടാ പിള്ളേരെ വീട്ടിലേക്ക് ഇടല്ല കേട്ടോ പടക്കം എന്നൊക്കെ വലിയ ആളുകൾ മുതിർന്നവരൊക്കെ പറയുന്നത്. വഴക്കല്ല, സ്നേഹത്തോടുള്ള ശാസന. ഭയങ്കര രസമാണ് അതൊക്കെ ഓർമ്മ. എല്ലാവരും വഴക്കൊന്നും പറയില്ല. അങ്ങനെ അങ്ങനെ അത് നല്ലൊരു ഓർമ്മകളാണ്. പിന്നെ വേറെ സംഭവമുണ്ട്, വിഷുവിൻ്റെ പുലർച്ചെ നമ്മൾ കമ്പിപ്പൂത്തിരി മേശപ്പൂവും എല്ലാ സാമഗ്രികളും നമ്മൾ കത്തിക്കല്ലോ. അപ്പോൾ അതിനുശേഷം പിറ്റേ ദിവസം ഇതിൻ്റെ പൊട്ടാത്ത പടക്കങ്ങൾ അയ്യോ എന്നിട്ട് അത് പറക്കിയിട്ട് അതിൻ്റെ മരുന്നൊക്കെ എടുത്തിട്ട് നമ്മളെ ഐഡിയ പോലെ രീതിയിൽ വേറെ പടക്കം ഉണ്ടാകും. പക്ഷെ പൊട്ടില്ല, തൂറ്റിട്ട് പോകാൻ മാത്രം ഭയങ്കര ഒരു അനുഭവമാണ് അതൊക്കെ. അതെ. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ ഈ നടന്നിങ്ങനെ പടക്കം പൊട്ടിച്ച് റോട്ടിലൂടെ ഇങ്ങനെ വരുന്ന വഴി എന്ന് പറഞ്ഞാൽ ഈ വിഷുവിൻ്റെ തലേദിവസമാണല്ലോ, ചിലപ്പോൾ അതിന് തലേദിവസം മഴയൊക്കെ പെയ്തിട്ടുണ്ടാവും. മഴ പെയ്തില്ല, ഈ വേനൽ മഴ പെയ്തിട്ട് റോഡിൻ്റെ സൈഡൊക്കെ നനഞ്ഞ് കിടന്ന് അവിടെ ഭയങ്കര രസമായിട്ടൊരു അന്നത്തെ അന്തരീക്ഷം വളരെ ഒരു സുഖകരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവുക. പിന്നീട് ചൂട് കൂടുമെങ്കിലും ആ പുലർക്കാലം വളരെ ഒരു 10 മണി വരെയുള്ള ടൈം വളരെ നല്ലൊരു അന്തരീക്ഷം. തലേദിവസത്തെ മഴയും ആ മഴ പെയ്യുന്നതിൻ്റെ തണുപ്പ് ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടാവും. അല്ലാത്തൊരു ആ കുട്ടിക്കാലം നമുക്ക് ഇനി തിരിച്ചു കിട്ടില്ല. ഇല്ല ഒരിക്കലും. അത് ഓർത്തിട്ട് നമുക്ക് പുളകം കൊള്ളാൻ മാത്രമേ കഴിയുള്ളൂ. അതെ അല്ലേ. ഈ കാണുന്ന കൊമ്പിലും കുത്തുകളിലൊക്കെ ഗുണ്ടൊക്കെ വെച്ചിട്ട് പൊട്ടിക്കും. അതില്ല അപ്പുറത്തെ വീട്ടിലൊക്കെ മണ്ണൊക്കെ പോയിട്ടുണ്ട്, ഓടുമ്പുറത്തേക്കൊക്കെ മണ്ണ് ചിരട്ടയുടെ അടിയിൽ ഗുണ്ട് വെച്ച് പൊട്ടിക്കുക എന്നുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്ന് എന്തായാലും രസമായിരുന്നു. ഇപ്പോഴും ചെയ്യുന്നുണ്ട് മക്കള്. ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ യൂട്യൂബ് ഉണ്ട്. ചെറിയ പിള്ളേർക്കടക്കം അവരടക്കം ഒരു ഓലപ്പടക്കം വാങ്ങിയാലടക്കം അത് ഒരു വീഡിയോ ആക്കിയിട്ട് യൂട്യൂബിൽ ഇടുന്നുണ്ട്. അതെ, അത് കാണുമ്പോൾ ഒരു സന്തോഷം കേട്ടോ. പിള്ളേർ ഹാപ്പി ആയിരിക്കട്ടെ. പിന്നെ രാവിലത്തെ കൈനട്ടൊക്കെ ശേഖരിച്ചിട്ടാണ് വീണ്ടും പടക്കം വാങ്ങാൻ പോകും. അതെ, അപ്പോഴും വീട്ടിൽ നിന്ന് പറയും കൈ പൊള്ളരുത്, കാല് പൊള്ളരുത്, ശ്രദ്ധിക്കണോട്ടെന്നൊക്കെ പറയും. അന്നത്തെ പ്രായമല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ നന്മ. ആഘോഷങ്ങളും ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ എടുക്കുക. എല്ലാ ആഘോഷങ്ങളും സൗഹാർദ്ദപരമായിട്ട് നീങ്ങുക നമ്മളെല്ലാവരും. അത്രയേ ഉള്ളൂ. അതിനൊക്കെ ഈ ആഘോഷങ്ങൾ ഒരു നിമിത്തമായിരിക്കട്ടെ അല്ലേ. എല്ലാ ആഘോഷങ്ങളും എല്ലാവരും പങ്കാളികളാവുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങൾ. കുറച്ച് നേരം വൈകിപ്പോയെങ്കിലും സടവട മീഡിയയുടെ വക ഹാപ്പി വിഷു.